ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കോഴിക്കോട് മിഠായി തെരുവിൽ വലിയ തിരക്കാണിപ്പോൾ. സാധനങ്ങൾ വാങ്ങാനും ആഘോഷം കളർഫുൾ ആക്കാനും കുടുംബസമേതമാണ് കോഴിക്കോട് മിഠായി തെരുവിലേക്ക് ആളുകൾ എത്തുന്നത്. നമ്മുടെ എ കെ അഭിലാഷും അവിടേക്ക് പോയിട്ടുണ്ട്. എ കെ അഭിലാഷ്, ക്രിസ്മസ് ആഘോഷമൊക്കെ വളരെ തകൃതിയായി നടക്കുകയാണോ ഈ രാത്രിയിലും? തീർച്ചയായിട്ടും കോഴിക്കോട്ടുകാർക്ക് എന്ത് ആഘോഷമുണ്ടെങ്കിലും അത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കാണുന്നത് ഈ മിഠായി തെരുവിലാണ്. നമുക്കറിയാം, ഏതാണ്ട് 10 മണിയോട് അടുക്കുന്നു. ആ സമയത്ത് പോലും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ, കുടുംബങ്ങളടക്കം എത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മിഠായി തെരുവിൽ പർച്ചേസിങ്ങിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തിരക്ക് ഈ സമയത്തുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇതാ ഈ വഴിയോര കച്ചവടക്കാരടക്കം ഇവിടെ സജീവമാണ് ഈ 10 മണിക്കും. കച്ചവടം കേട്ടാ കൊല്ലം അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ക്രിസ്മസും അതോടൊപ്പം തന്നെ പുതുവത്സരാഘോഷവും അങ്ങനത്തെ കൊല്ലം കുഴപ്പമൊന്നുമില്ല, കച്ചവടം ആകുന്നുണ്ട്. രാത്രി ഇതിനൊക്കെ എന്താണ് വില? അയ്യോ ചേട്ടാ, ഇതിനൊക്കെ എന്താണ് വില ഇപ്പോൾ? ഇതൊക്കെയോ 150, 100, 150, 200, 250 അങ്ങനെ ചെറിയ ലെവലിൽ ഇങ്ങനെ പോകും. ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നാണോ? എവിടുന്നാ വരുന്നത്? എവിടുന്ന്? കുണ്ടുങ്ങൽ. ഇപ്പൊ എന്തിനാ വന്നത് ഇങ്ങോട്ട്? പർച്ചേസ് ചെയ്യാൻ? ചെറിയ പർച്ചേസ്. ക്രിസ്മസ് ആഘോഷമാണോ? ചെറുങ്ങനായിട്ട്, വലുതായിട്ടില്ലെങ്കിലും ചെറുതായിട്ട്. ഇത് നോക്കൂ സുജയ, കടകളിലേക്ക് നോക്കിയത് ഇപ്പോൾ തന്നെ നല്ല തിരക്കാണ്. കാരണം സാധനങ്ങൾ വാങ്ങാനൊക്കെ, കാരണം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ ഒരു കാര്യം. എന്താണ് വാങ്ങുന്നത്? എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കൂടുതലുണ്ട് കഴിഞ്ഞ അപേക്ഷിച്ച്? ഞാൻ കഴിഞ്ഞാലും നിന്നില്ല, ഇക്കൊല്ലം നല്ല കച്ചവടം ഉണ്ട് അല്ലേ? പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു. എന്തിന്? 10ാം ക്ലാസ് പഠിക്കുകയാണ്. അതിന്റെ കൂടെയാണ് ഇതല്ലേ? ഓക്കെ. വെക്കേഷൻ ആയതുകൊണ്ട്. ശരി, ഏതായാലും വലിയ തിരക്ക് ഓരോ ഷോപ്പുകളിലുമുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ കച്ചവടത്തിന് വന്നിരിക്കുന്നു എന്നാണ് ഈ കുട്ടിയടക്കം പറയുന്നത്. അടക്കമുള്ള ആളുകളാണ് ഇതാ ഇപ്പോൾ ഈ രാത്രി പോലും വരുന്നത്. അതോടൊപ്പം തന്നെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് മാനാഞ്ചിറയിൽ വലിയ ലൈറ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു മറ്റൊരു മോളിതാ. മോളെ പേരെന്താ? ഐഷ സിയ. ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നാണോ? ശരി. എന്തൊക്കെ വാങ്ങിപ്പോ? കണ്ടുപോകാണല്ലോ, ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. ആരൊക്കെയുള്ള കൂടെ? ചെറിയ പർച്ചേസിങ് ഇറങ്ങിയതാണ്. വൈകുന്നേരം അല്ലേ, ക്രിസ്മസ് വെക്കേഷനൊക്കെ അല്ലേ, കുട്ടികളൊന്ന് പുറത്തിറങ്ങിയ വേണ്ടിയാണ്. ശരി, ഏതായാലും ക്രിസ്മസ് വിപണിയിൽ തിരക്ക് നമുക്ക് കാണാനാകും. കോഴിക്കോട് SM സ്ട്രീറ്റിൽ നിന്നും AK അഭിലാഷ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്.